ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും വലിയ വാഹനം ഓടിക്കാൻ പോകുന്നവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇന്നലെ നമ്മുടെ സാധാ ഒരു കാറ് വെച്ച് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വാഹനം കുറച്ചും കൂടെ പൊക്കവും കാര്യങ്ങളും വീലിൻ്റെ എണ്ണവും എല്ലാം കൂടിയ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഓടിക്കുന്ന അർബാനിയാണ്, നമ്മുടെ പുതിയ ഫോഴ്സിൻ്റെ അർബാനി എന്ന് പറയുന്ന വാഹനമാണ്. അത്യാവശ്യം ഹൈറ്റും ലെന്തും എല്ലാം ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഇങ്ങനത്തെ വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് മെയിനായിട്ട് പറയേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, വലിയ വാഹനങ്ങൾ ചിലതിന് ബ്രേക്കിംഗ് വ്യത്യാസമുണ്ട്. നമ്മളെ കാറ് പോലെയുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആയിരിക്കത്തില്ല. ചില വാഹനങ്ങൾക്ക് എയർ ബ്രേക്കാണ് വരുന്നത്, വലിയ വലിയ വാഹനങ്ങൾക്ക് എയർ ബ്രേക്കാണ് വരുന്നത്. ഇതിൽ പവർ ബ്രേക്കാണ് വരുന്നത്, എയർ ബ്രേക്ക് അല്ല. സോ എയർ ബ്രേക്ക് വരുന്ന സമയത്ത് മീറ്ററിൽ ആ എയർ പ്രഷർ അതിൽ കാണിക്കും, 6/6 എന്നൊക്കെ എയർ പ്രഷർ കാണിക്കും. അതായത് പല മീറ്ററിലും എല്ലാത്തിലും നമുക്ക് കണ്ടറിയാം, അവിടെ 6 തൊട്ട് 12 വരെയുള്ള 2 ചെറിയ കൊച്ചു ബാർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അളവ് കാണിക്കാനായിട്ട്. അപ്പോൾ ആ അളവിൽ 6/6 ആ പ്രഷർ എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും പ്രഷർ ലോയിലായിരിക്കും കിടക്കുന്നത്, എയർ കാണത്തില്ല, എയർ 0-യിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് 6-ലോട്ടൊക്കെ വരത്തുള്ളൂ. 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ, അതായത് ഇപ്പോൾ എയർ ഇല്ലാതെ കിടക്കുകയാണ്, എയർ ബ്രേക്കിൽ എയർ ഇല്ലാതെ കിടക്കുന്ന സമയത്ത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും. ഇപ്പോൾ പല വാഹനങ്ങളും അങ്ങനൊരു ഫീച്ചറുണ്ട്, നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ പോലും എയർ ഈ മീറ്ററിൽ കറക്റ്റായ എയർ പമ്പ് ആവുന്നവരെ, എയർ അത്യാവശ്യം കയറുന്നവരെ, മിനിമം ഒരു 4 ബാറെങ്കിലും കഴിയുന്നത് വരെ ആ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ലിവർ ലൂസ് ചെയ്താലും ഹാൻഡ് ബ്രേക്ക് ലൂസ് ആവത്തില്ല. പകരം എയർ ആയി വണ്ടിക്ക് ബ്രേക്ക് ചവിട്ടി നിർത്താനുള്ള ക്യാപ്പബിലിറ്റി വന്നു കഴിഞ്ഞാൽ മാത്രമേ വാഹനത്തിൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ആവുള്ളൂ. മറ്റേ പെഡൽ മാത്രമാണ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത്, ബ്രേക്ക് റിലീസ് ആവത്തില്ല. അപ്പോൾ നമ്മൾ വലിയ വാഹനം ഓടിക്കുന്ന സമയത്ത് അതൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. 6/6 ആവുന്നവരെ ഇത്തിരി വെയിറ്റ് ചെയ്യുക. 6/6 എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, നോർമലായിട്ടും അത്യാവശ്യം ബ്രേക്കിംഗ് ആയിട്ടുണ്ട്, ബ്രേക്കിൽ പ്രഷർ ആയിട്ടുണ്ട്, അത്യാവശ്യം ചവിട്ടിയാൽ നിൽക്കും. സോ അത് മാത്രമല്ല, നമ്മളെ കാറിലൊക്കെ പോലെയുള്ള ഒരു ബ്രേക്കിംഗ് അല്ല എയർ ബ്രേക്ക് വരുമ്പോൾ. കാറിലൊക്കെ അത്യാവശ്യം സാധാ ഒരു പവർ ബ്രേക്കാണ് വരുന്നത്. ഇതിപ്പോൾ ഈ വാഹനത്തിലും പവർ ബ്രേക്ക് തന്നെയാണ്, പക്ഷെ 4 വീലും ഡിസ്ക്കാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കൂടുതലാണ്. എന്നാൽ എയർ ബ്രേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഹാർഷാണ്, പെട്ടെന്ന് നമ്മൾ ചവിട്ടി അപ്പോൾ തന്നെ വണ്ടി ചവിട്ടി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ബ്രേക്കിംഗ് നമ്മൾ വാഹനം എടുത്ത് ഒന്ന് സെറ്റ് ആവുന്നവരെ, നമുക്ക് ആ ബ്രേക്കിംഗ് ഒന്ന് പരിചയം ആവുന്നവരെ മാക്സിമം പതുക്കെ തന്നെ അതിൻ്റെ ആ ഒരു എത്രത്തോളം അതിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ ഹാർഡ് എത്രത്തോളം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം വണ്ടി എടുക്കുക. സോ ബാക്കി ഓടിച്ചുകൊണ്ട് തന്നെ പറയാം. പിന്നെ മറ്റ് വാഹനങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏത് വാഹനം എടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മാത്രം വാഹനം എടുക്കാൻ ശ്രമിക്കുക. റൈറ്റ് ഇൻഡിക്കേറ്ററും ഹാൻഡ് സിഗ്നലിലും കൂടെ കാണിക്കേണ്ടി വന്നാൽ അതും കൂടെ കാണിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് മിറർ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ വാഹനം എടുക്കാം, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. പക്ഷേ റോഡിൽ എപ്പോഴും ആ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കും. ഏത് സമയത്താണ് നമ്മുടെ റോഡിൽ ബൈക്കായാലും കാറായാലും ഏത് സമയത്തൂടെയാണ് ആ വാഹനങ്ങൾ എതിരെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഹാൻഡ് സിഗ്നലിൻ്റെ കാര്യം പറഞ്ഞത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ കാറായാലും വലിയ വാഹനങ്ങളായാലും അതിൽ ഒരു ചെറിയ കാര്യം, നമ്മൾ പലപ്പോഴും ഓവർടേക്ക് ചെയ്യും. അതിൽ ഒരു കാരണവശാലും വളവിലോ അല്ലെങ്കിൽ ഒരു കയറ്റത്തിലോ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് റോഡ് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലും ദയവ് ചെയ്ത് ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഓപ്പോസിറ്റ് വരുന്ന ആൾ ചിലപ്പോൾ അയാൾ വേറെ ഒരു വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാളുടെ സൈഡിൽ നല്ല ഈസി ആയിട്ടായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കയറി വരുമ്പോൾ പുള്ളിക്ക് ചവിട്ടിയാൽ കിട്ടത്തില്ല, ബ്രേക്ക് കിട്ടത്തില്ല. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ സൈഡാക്കാൻ പറ്റില്ല. അങ്ങനെ അപകടങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. സോ ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ ഉള്ള ഒരു വിശ്വാസമില്ല, നമുക്ക് അവിടെ കയറാൻ പറ്റുന്ന, അവിടെ എന്താണ് ആ റോഡിൻ്റെ അപ്പുറമെന്നോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു വണ്ടി വന്നോ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും ദയവ് ചെയ്ത് നമ്മുടെ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതലും അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പുറമെ ഏതെങ്കിലും ഒരു വലിയ ലോറിയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സൈഡ് തരാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ ജസ്റ്റ് അവരൊന്ന് ഹോൺ അടിച്ചൊന്ന് പാസ് ലൈറ്റ് കടിച്ച് അലേർട്ട് ചെയ്യുക. ഇപ്പോൾ പല ഡ്രൈവേഴ്സ് ആയാലും ഇപ്പോൾ അതിനെ പറ്റിയും കൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ മാക്സിമം ചെറിയ വണ്ടികൾ, ഇപ്പോൾ നമ്മുടെ പുറകെയൊക്കെ ഒരു ചെറിയ കാറോ അങ്ങനത്തെ വാഹനങ്ങളോ, നമ്മളെക്കാൾ സൈസ് കുറഞ്ഞ വാഹനങ്ങൾ വരെയാണ്, നമുക്ക് ഇത്രയും വേഗതയിൽ അവിടെ പോകാൻ പറ്റത്തില്ല. പകരം നമുക്കെന്നാൽ റോഡിൽ വേറെ ആളുമില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് മാക്സിമം നമ്മൾ പുറകെ വരുന്ന വാഹനങ്ങൾ, ഓപ്പോസിറ്റ് വല്ല വാഹനങ്ങളും വരുന്നില്ല എങ്കിൽ പുറത്ത് വരുന്ന വാഹനങ്ങൾ നമ്മൾ തന്നെ കൈ കാണിച്ച് കയറ്റി വിടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് സിഗ്നൽ കൊടുത്ത് കയറ്റി വിടുക. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ബ്ലൈൻഡ് സ്പോട്ടിൽ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുകയോ അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടിൽ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുന്ന വാഹനത്തെ അത്
ഒരിക്കലും നമ്മുടെ വണ്ടി വെച്ച് അവരെ ബ്ലോക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഹാൻഡ് സീൽ കൊണ്ട് അവരടുത്ത് അത് തടഞ്ഞ് അല്ലെങ്കിൽ പറഞ്ഞ് കൈ കാണിച്ച് ഇവിടെ വേണ്ട, അതിനുശേഷം ഒരു സ്റ്റോപ്പ് കാണിക്കുക. എന്നിട്ട് എപ്പോഴാണോ നമുക്കത് പറ്റുന്നത് ആ സമയത്ത് കയറ്റി വിടുക. പിന്നെ അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വണ്ടിയായാലും, നമ്മുടെ കാറായാലും അത്യാവശ്യം വലിയ വണ്ടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വലിയ വണ്ടിയിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്താൽ ഉടനെ തന്നെ ലെഫ്റ്റ് മിറർ നോക്കി നമ്മുടെ വാഹനത്തിൻ്റെ ഫുൾ ആ വണ്ടിയുടെ ലെന്ത് അത്രയും കാണും. സോ ഈ നമ്മൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ലെഫ്റ്റ് അടിക്കും. അപ്പോൾ അതുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഇത്രയും നീളമുള്ളതാണ് ബാക്ക് ബോഡി തൊട്ട് പുറകെ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത വണ്ടിയുടെ ബോഡിയിൽ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ഓവർടേക്ക് ചെയ്താലും ഉടനെ തന്നെ ലെഫ്റ്റ് മിറർ നോക്കി നമ്മുടെ വാഹനം ആ വാഹനത്തെ പൂർണ്ണമായും ക്രോസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഓവർടേക്ക് ചെയ്ത് ആ വാഹനത്തിൻ്റെ ഫ്രണ്ടിലോട്ട് കയറുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഹൈ റേഞ്ച് ഓടുന്ന സമയത്ത് വലിയ വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ വിചാരിക്കും നമ്മളെ വണ്ടിക്ക് നല്ല ബ്രേക്കാണ്, അതുകൊണ്ട് ബ്രേക്ക് ചവിട്ടി ഇറങ്ങാമെന്ന്. പലപ്പോഴും പാളിപ്പോവും. പലപ്പോഴും നല്ല 100-99% അത് അപകടം തന്നെയാണ്. കാര്യം ബ്രേക്ക് ഒരേ കണക്ക് ചവിട്ടി ഇറങ്ങിയ എയർ ബ്രേക്ക് ആണെങ്കിൽ എയർ റിലീസായി ഇറങ്ങിപ്പോവും. അതുപോലെ തന്നെ നമ്മുടെ പവർ ബ്രേക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നമ്മളെ ഹബ്ബ് ചൂടായിട്ട് ബ്രേക്ക് ഫെയിലിയറായി പോയി വണ്ടി ഒന്നി നമ്മൾ അല്ലാതെ കൊണ്ട് ഇടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചേ നിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ വണ്ടി ഇട്ടില്ല. ഹാൻഡ് ബ്രേക്ക് പോലും ആ സമയത്തൊന്നും വർക്ക് ചെയ്യത്തില്ല. ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സെക്കൻഡ് ഗിയർ വരെ ഡൗൺ ചെയ്യാൻ പറ്റും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഡീസൽ എഞ്ചിനാണെങ്കിൽ അത് ഫസ്റ്റ് ഗിയറിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ വയ്ക്കാനും പറ്റത്തില്ല. സോ നമ്മൾ ഏത് ഗിയറിലാണോ കയറി പോകുന്നത്, നമുക്ക് സെക്കൻഡിലോ തേർഡിലോ ആണ് കയറി പോകുന്നതെങ്കിൽ അതേ ഗിയറിൽ തന്നെ തിരിച്ചിറങ്ങി വരാൻ ശ്രമിക്കുക. ഇത്തിരി നഷ്ടവും അല്ലെങ്കിൽ സമയവും ഒന്നും നോക്കണം. നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക് ചവിട്ടി ഇറങ്ങി വരരുത്. ഏത് ഗിയറിലാണോ ഹൈ റേഞ്ച് കയറുന്നത് അതേ ഗിയറിൽ തന്നെ തിരിച്ചിറങ്ങി വരാനും ശ്രമിക്കുക. അതുപോലെ തന്നെ തൊട്ട് പുറകിൽ വരുന്ന ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് നമുക്ക് കടത്തിവിടാൻ പറ്റുന്ന ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അത്രയും സ്പേസ് ഉണ്ടെങ്കിൽ ആ വാഹനങ്ങൾ കടത്തിവിടുക. അതുമാത്രമല്ല, റോഡിലൊക്കെ പോകുന്ന സമയത്ത് വലിയ വാഹനങ്ങൾ നമ്മളിപ്പോൾ നല്ല സ്പീഡിലൊക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് തൊട്ട് ഫ്രണ്ടിലുള്ള വാഹനത്തിന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് മാത്രം വാഹനം ഓടിക്കുക. അതിപ്പോൾ ചെറിയ വണ്ടിയായാലും വലിയ വണ്ടിയായാലും അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇടുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈവൻ ആ വണ്ടി പെട്ടെന്നൊരു ബ്രേക്ക് ചവിട്ടിയാലും ആ വണ്ടിയെ ഇടിക്കാത്ത രീതിയിൽ നമുക്ക് ഈ വണ്ടിയെ നിർത്താനുള്ള അത്രയും സ്പേസ് അവിടെ വേണം. സോ അങ്ങനെ ഉള്ള ഒരു സ്പേസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ അതും നമുക്ക് അപകടമായിട്ട് വന്ന് ഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പോരായ്മയോ ഫോൾട്ടോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ അടുത്ത നല്ലൊരു വീഡിയോയും ആയിട്ട് വരുന്നവരെ ബൈ.